എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെടുത്തിയുള്ള അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാർ ഔദ്യോഗികപരമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് KYC, ലാൻഡ് സീഡിംഗ്, ആധാർ, ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് എന്നീ 3 കാര്യങ്ങൾ ശരിയായവർക്ക് കഴിഞ്ഞ 20ാമത്തെ ഇൻസ്റ്റാൾമെന്റുകളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ടാകും. എന്നാൽ 21ാമത്തെ ഇൻസ്റ്റാൾമെന്റ് മുതൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതാണ് അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രേഷൻ. ഫാർമേഴ്സ് ID എന്ന് പറയുന്നത് മുമ്പ് നമ്മൾ കൃഷിഭവനിൽ എത്തിച്ചേർന്നുകൊണ്ട് ഇത് ചെയ്തിട്ടുണ്ടായിരിക്കും. അതല്ല എങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ കോമൺ സർവീസ് സെന്ററുകളിലോ ഒക്കെ തന്നെ ഇതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് കണക്കെടുത്ത് നോക്കുമ്പോഴും പല കർഷകരും ഇത് പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് നിരവധി കർഷകർ ഇത് പിന്നീട് ചെയ്താൽ മതി എന്ന രീതിയിലൊക്കെ നീട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കിത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കാതെ വന്നു. കേന്ദ്ര സർക്കാർ ഒരുപക്ഷെ അടുത്ത ഗഡു വിതരണം ചെയ്യുമ്പോൾ ഈ പറയുന്ന ഫാർമേഴ്സ് ID ജനറേറ്റ് ചെയ്തിട്ടുള്ള അത് ആക്റ്റീവ് ആയിട്ടുള്ള കർഷകർക്കാണ് ഒരുപക്ഷെ ഈ ഒരു ധനസഹായം കൈമാറുന്നത്. എങ്കിൽ തീർച്ചയായിട്ടും രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്ക് പ്രശ്നമുണ്ടാകുന്നതാണ്. ഈ ദീപാവലിയുടെ സമയത്തൊക്കെ തന്നെ തുക വിതരണം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് തുക വിതരണം ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഈ ഒരു ID എടുത്തിട്ടില്ലാത്ത കർഷകർക്ക് തുക ലഭിക്കുന്നതല്ല. ഇനി അതല്ല, ഇളവുകളോടുകൂടിയാണ് വിതരണം ചെയ്യുന്നത് എങ്കിൽ എല്ലാ കർഷകരെ സംബന്ധിച്ച് അവർക്ക് ധനസഹായം തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്താകട്ടെ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം മുമ്പ് തന്നെ വന്നിരുന്നുവെങ്കിൽ പോലും ഈ ഒരു അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് ID കൊടുക്കുന്ന നടപടികൾ തുടങ്ങിയത് വളരെ താമസിച്ചാണ്. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഇതിന്റെ സൈറ്റ് താൽക്കാലികമായിട്ടൊക്കെ OTP വരാതെ പ്രവർത്തനരഹിതമാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കർഷകർ ഇനിയും ഇത് പൂർത്തീകരിക്കുവാൻ ബാക്കിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ അറിയിപ്പുകൾ അടുത്ത ഗഡു വിതരണത്തിന് മുന്നോടിയായിട്ടൊക്കെ ആയിരിക്കും നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. PM കിസാൻ ഗുണഭോക്താക്കൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റാറ്റസ് എല്ലാം കൃത്യമായിട്ട് പരിശോധിച്ച് ഈ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് നൽകുവാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആധികാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.